എങ്ങനെയുണ്ട് സ്ഥലം? ഇത് മരുന്നല്ല, ഇതുണ്ട് നല്ല മൂത്തിട്ട് മരുന്നടിച്ച് കൊണ്ടാൽ തമിഴ്നാട്ടിലെ ഷൈനിങ് പോലത്തെ ഉണ്ടാകും. അടിപൊളി ക്യാരറ്റാണ്. അങ്ങനെ ആണെ ഓടിക്കാൻ ഇങ്ങനെ കെട്ടി വിടും. ഇത് ഇങ്ങനെ കെട്ടിയപ്പോൾ ഇങ്ങനെ കാട്ടിലാടപ്പോൾ ഇങ്ങനെ അടിക്കും. ഓ, സൗണ്ട് കേട്ടോ വരത്തില്ല. ഇങ്ങനെ ഇത് കണ്ട ഈ കാറ്റ് വന്നപ്പോൾ ഇങ്ങനെ അടിക്കും. ചൈൽഡ്ഹുഡിലുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ലക്കിലി എനിക്കങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സ്കൂൾ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഒരാളായിട്ടുള്ള അനീഷ് ഒമാനിൽ നിന്ന് വന്ന സമയത്ത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ 3 ഫാമിലീസും കൂടെ പോയൊരു ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. നിനക്കിടാൻ ഞാൻ റീൽ സെറ്റ് ചെയ്ത് തരണം. ട്രിപ്പ് പോകാനുള്ള സ്ഥലം ചൂസ് ചെയ്യുന്ന കാര്യം വളരെ ഈസി ആയിരുന്നു. ഇന്നത്തെ കാലത്തെ കുട്ടികളോട് നമ്മൾ പോയിട്ട് എവിടെ നിന്നാണ് ഈ പച്ചക്കറിയും ഫ്രൂട്ട്സും അരിയും ഒക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മറുപടി അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എന്നായിരിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാം റൂട്ടായിട്ടുള്ള കൃഷിയെപ്പറ്റിയും കർഷകരെ പറ്റിയും അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് പാരൻസിൻ്റെ കൂടെ ഒരു ഡ്യൂട്ടിയാണ്. അതിന് പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഇത്തവണ നമുക്ക് പോകുന്നത്. നമ്മളെവിടെ പോകണം അനിച്ചു? മൂന്നാറാണോ പോകുന്നത്? ഇതാണ് ക്രാബ്. ഇത്രയും കൂടെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇയാൾ ഡെയിലി എല്ലാ മാസവും വരുന്നതുകൊണ്ട്. കുട്ടിക്കാന റൂട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മന്ന ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ഇത്തവണയും ഭക്ഷണം. നമ്മളിവിടെ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടെന്നറിയാം. ഇടിയപ്പം, മീൻകറി, ബീഫ്, പൊറോട്ട, നെയ് റോസ്റ്റ്. കേരളം ഏറ്റവും ഭംഗിയുള്ള സമയം എന്ന് പറയുന്നത് മഴ സമയമാണ്. ഇത്തവണയും ഇടുക്കിയിൽ മഴയുള്ള സമയത്താണ് ഞങ്ങൾ പോയത്. ഹായ് ഹായ് ഹായ്. കടയിലെ കേക്ക് തീർന്നു. ഇനി അടുത്ത
മാഗി ഇതൊക്കെ നീ മാത്രം കഴിക്കണ്ട. കൊള്ളാലോ. നൈസ് കേക്ക്. ഒരെണ്ണം കൂടെ എടുത്തോ. കേക്ക് വേണോ ആർക്കെങ്കിലും? കേക്ക് വേണോ? കേക്ക് കേക്ക് വേണോ അമ്മച്ചൊന്ന്? ഇവര് ഫോട്ടോ സെഷൻ കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവും. കൊള്ളാമോ അമ്മച്ചോ? ഫ്രണ്ട് കയറി ഇരുന്നിട്ട് ഉറക്കണേ. ഇവനല്ലേ ഇപ്പൊ വഴി കാട്ടി. JFC ജെൻസ് ഫ്രൈഡ് ചിക്കൻ. കാന്തല്ലൂരിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മഡ് ഹൗസാണ് കാന്തല്ലൂർ റൂട്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇത്തവണയും ഞങ്ങൾ ഇതേ സ്പോട്ട് തന്നെയാണ് സ്റ്റേ ചെയ്യാനായിട്ട് ചൂസ് ചെയ്തത്. ഇതാണ് നമ്മുടെ സ്റ്റേ. റൂം വൃത്തിയേടാവുന്നതിന് മുമ്പ് പോയി വീഡിയോ എടുത്തേക്കാം. താഴത്തും 2 ബെഡ്, 2 ഡബിൾ ബെഡ്. ഫുള്ള് നോക്കാം മറ്റേ. പതിയെ കയറണം കേട്ടോ, സൂക്ഷിച്ച് കയറണം. ദിസ് ഈസ് കോൾഡ് മഡ് ഹൗസ്, ട്രഡീഷണൽ മഡ് ഹൗസ്. ഇത് LED ലൈറ്റ്. ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. Let's go. നീ ഇടിഞ്ഞ് വീട്. പോട്ടെ പോട്ടെ. കണ്ട അമ്മച്ചി ഇവിടെ ടെൻ്റ് അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ടെൻ്റ് അടിക്കാൻ പറ്റും, ഇവിടെ ഒരു ടെൻ്റ് അടിക്കാൻ പറ്റും. പക്ഷേ നേരത്തെ ടെൻ്റ് ഉണ്ടായിരുന്നു, അതിന് വേറെന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് പൊളിച്ച് മാറ്റിയിരിക്കുക. അവിടെ ഇനി വലിയൊരു ഹൈറ്റിൽ ഇതാണ് ക്യാമ്പ് ഫയർ ഇടുന്ന സ്ഥലം. രാത്രി നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. അല്ലോ ഓടരുതേ. ബാ, വെള്ളച്ചാട്ടത്തിൽ പോകുന്ന അതുവഴിയാ. ഇതുപടി ആന വന്ന കഥ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. 3 ദിവസം മുന്നേ ആന വന്നിട്ടുണ്ട്. പതിയെ ഓടി വീഴല്ലേ. പതിയെ പോരെ. 3 ദിവസം മുന്നേ ആന വന്നിട്ടുണ്ടായിരുന്നു. ആന വന്ന് അതിൻ്റെ മേളിൽ കൂടെ നടന്ന് ഒന്ന് നശിപ്പിക്കാണ്ട് പതിയെ നടന്ന് ക്രോസ് ചെയ്ത് ആ വേലി ക്രോസ് ചെയ്ത് അപ്പുറത്തെ പറമ്പിൽ കയറി പുല്ലൊക്കെ കഴിച്ചിട്ട് പോയി. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞാൽ വന്നപ്പോഴും പറഞ്ഞായിരുന്നു ആനയുള്ള കാര്യം. പക്ഷേ ശല്യമില്ല, പാവം. ഇവിടെ ഒരു ടർബൈൻ സിസ്റ്റം അകത്തിരിപ്പുണ്ട്. അതിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റിയെ പുറത്തുനിന്ന് എടുക്കാത്തതുകൊണ്ടേ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് വെച്ചിട്ട് ഫോഴ്സിൽ അവിടെ ഒരു ടർബൈൻ ഉണ്ട്. അതിനകത്തോട്ട് അടിച്ചിട്ട് അതിങ്ങനെ കറങ്ങുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി കിട്ടുന്നു. അറിയാമോ? ആഴമുണ്ട്, വെള്ളമുണ്ടല്ലോ. ഓ, നല്ല വെള്ളമുണ്ടല്ലോ. വാട്ടർഫോൾസ് ഭയങ്കര സ്ട്രോങ്.
കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫ്ലഡ് പോലെ വന്നിട്ട് ആ കമ്പിയൊക്കെ വലിച്ചടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീനായി വരുന്നേ ഉള്ളൂ. അതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. സെറ്റല്ലേ? വെള്ളം ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വീഴുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കാം. എങ്ങനെയുണ്ട് സ്ഥലം? തണുപ്പുണ്ടോ അല്ലേ വെള്ളത്തിന്? സൂക്ഷിക്കണം കേട്ടോ, പതിയെ എണീക്കണം, അങ്ങോട്ട് വീഴരുത്. വരുമ്പോൾ തന്നെ അവർക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് പിള്ളേരെ എല്ലാം നേരെ വെള്ളത്തിലേക്ക് ഇറക്കി. വേണ്ട സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ടാണ് ഇറക്കിയത് കേട്ടോ. മനസ്സിലുള്ള കംപ്ലീറ്റ് സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഈ തണുത്ത വെള്ളത്തിൽ കാലൊക്കെ മുക്കിയിട്ടിരിക്കുമ്പോൾ കിട്ടുന്നൊരു മനസ്സുകൊണ്ടല്ലോ, അന്തസ്. പട്ടവട കാന്തല്ലൂർ സൈഡിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്, സ്ട്രോബെറി ഫാംസ്. ഞങ്ങളും അങ്ങോട്ടേക്ക് രാവിലെ പോയി. സ്പ്രിംഗ്ലർ അത് വെച്ചിട്ടാണ് വെള്ളം നനയ്ക്കുന്നത്. നടക്ക് അതിങ്ങനെ വീണുകൊണ്ടിരിക്കും. ഓടിപ്പോ അത് സാരമില്ല, അത് ഇനിയും വരും. ഇവിടെ ഇപ്പോൾ വരും. അതെവിടെ ഉണ്ട് സ്ട്രോബെറി? അതുകൊണ്ട് ഈ തോട്ടത്തിനകത്തുണ്ട് സ്ട്രോബെറി. കണ്ടോ? സ്ട്രോബെറി ബേസ് ആയിട്ടുള്ള പലതരം പ്രോഡക്റ്റ്സ് നമുക്കിവിടെ നിന്ന് വാങ്ങാനും പറ്റും കേട്ടോ. മതിയോ? വെള്ളം വേണ്ടേ? മറയൂർ ജാഗ്രി മേക്കുന്ന വിശ്വാസം. ഇതാണ് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര. ഇവിടെയാണ് കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടുത്തെ ഔട്ട്ലെറ്റിൽ നിന്നും ശർക്കരയും അതുപോലെ ഷുഗർ കെയിൻ്റെ ബൈ പ്രോഡക്ട്സ് ഒരുപാട് മേടിക്കാനായിട്ട് കിട്ടും. ശർക്കര പാനി മറ്റേ ശർക്കര ഇങ്ങനെ കുറുക്കി വരുമ്പോഴേ അതിനകത്തൊരു സാധനം വരും. യഥാർത്ഥത്തിൽ അവർ മറ്റേ അവിടെ ഇതിടാൻ വേണ്ടി ചെയ്യണല്ലേ? ഏത്? ആ മെഷീൻ ഇരിക്കുന്നത് അത് അതിൻ്റെ ജ്യൂസ് എടുത്ത് അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി. അതുകൊണ്ട് മൊത്തം ഷുഗർ കെയിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. എത്രയാണ്? ഇന്നലെ എന്താ ഹർത്താലായിരുന്നു? അതെ ഇന്നലെ ഹർത്താലായിരുന്നു. നാളെ 2 ദിവസം ശനി ഞായറും. ശനി ഞായറും എവിടെ തിരക്കല്ലേ? ഇല്ല, വരണം. ഇനി വേണം വാങ്ങാം. ഒരു മാങ്ങയും കൂടെ കായെന്നോ? ഇനി നമ്മൾ പോകുന്നത് കാന്തല്ലൂർ തന്നെയുള്ള ചന്ദ്രബോസിൻ്റെ ഫാമിലിയേക്കാണ്. ഇറങ്ങണേ, അങ്ങോട്ട്. ഇതെൻ്റെ മോളാ? ഫ്രണ്ടിൻ്റെ മോനെ?
ഇതൊക്കെ വെളുത്തുള്ളി അല്ലേ? താഴെ ആ ബീൻസ് വള്ളിയല്ലേ? ഇതുവഴി കണ്ടല്ലേ ആന അങ്ങ് ഇറങ്ങിയത്. ആ അവര് വരില്ല. ചുമ്മാ ചുമ്മാ അത് ചെടി ചവിട്ടല്ലേ പുറത്ത്. തുഴി പറഞ്ഞേ. ആ സ്ട്രോബെറി. ഒരു ബോക്സ് ഉണ്ടായിരുന്നു, 2 ബോക്സ് ഉണ്ടായിരുന്നു, കൊടുത്തു. ഒരു ബോക്സ് പറഞ്ഞു. ആ ബൈ. നോക്ക് ഇവിടെ നോക്കി അമ്മട്ട് ഇതിന്റെ മുകളിൽ ചവിട്ടാതെ നോക്കി. അതേ ഒരെണ്ണമുണ്ട്. വെളുത്തുള്ളി, സ്ട്രോബെറി, ക്യാരറ്റ്, നെടലി ബീൻസ്. കമോൺ കമോൺ. പറിച്ച് കളിച്ചോ. അയ്യോ ഇതാണ് അടിപൊളി. ചാണകം ഇട്ടാൽ കുറച്ച് ദിവസം കൂടെ കിട്ടുമല്ലോ ഇതുപോലെ. ആ ഇന്ന് ഇതൊക്കെ ഇതിന്റെ ചോടൊക്കെ എടുത്ത് പണിയിലും ചേരാം. ഇതെങ്ങനെ എടുത്തിട്ട് വരൂലേ? ഇല്ല, അത് വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളിയെ കണ്ടിക്കുന്നുണ്ട്. അതിന്ന് തമിഴ്നാട് കൊണ്ടുപോവാം. മേട്ടുപാളയം, വടുകപ്പെട്ടി എന്ന് പറയും. ഊട്ടിയിൽ നിന്ന് വെളുത്തുള്ളി വരും. അവിടെ ഒറ്റ മാർക്കറ്റ് ആവില്ല. ഇവിടെ അടിച്ചാൽ നമുക്കറിയാം. ഇന്ത്യൻ മാർക്കറ്റ് വടുകപ്പെട്ടിന്റെ അടിച്ചാൽ നമുക്കറിയാം. അതിന്റെ അവിടെ തന്നെ മൊത്തം മാർക്കറ്റ്. അവിടെ തെലുങ്കിലേ പറയുള്ളൂ. ഹിമാചല, മഹാരാഷ്ട്ര, ചൈന, ഒറീസ അവര് വന്ന് മേടിക്കുള്ളൂ. അവർ ഹിന്ദിക്കാരാ. ഈമാര് പറഞ്ഞിട്ട് അവർ റൂമിലിട്ടിട്ട് ഈമാര് അവർക്ക് പകുതി ആയിട്ട് എടുക്കും. ഈമാര് പറഞ്ഞ വിലയെ അവർ മേടിക്കുള്ളൂ. നമുക്കറിയില്ല. നമ്മളങ്ങനെ മിണ്ടാതെ ഇരിക്കും. അവർ ഒരു വില പറഞ്ഞിട്ട് റൂമ്പൊക്കെ പിടിച്ചിട്ടിട്ട് രാവിലെ ഇങ്ങനെ കമ്പളിക്കാർ പറഞ്ഞുണ്ടല്ലോ, ഹിന്ദിക്കാർ, അവർ പോലത്തെ ഇറങ്ങും. 10 മണിയാകുമ്പോൾ പെടും. ഒരു മലയാളീസ് ബേബി എന്ന് പറയുന്ന മേട്ടുപ്പാളയത്തിൽ നിന്ന് ഒരു പുള്ളി അവിടെ കട വെച്ചിട്ടുണ്ട്. അവർക്ക് എതിരായിട്ട് പുള്ളി കുഴപ്പമില്ല. പുള്ളി എന്തെങ്കിലും ഒരാൾ വന്നാലും നമുക്ക് കുഴപ്പമില്ല, സന്തോഷം തന്നെ. പുള്ളി സ്ഥലം മേടിച്ച് നേരിട്ട് തന്നെ പുള്ളി പണിയുന്നുണ്ട്. കേട്ട് കമൗണ്ട് ഇട്ട് പുള്ളി മേട്ടുപ്പാളയത്തിൽ വലിയ ബേബി നമ്മുടെ മലയാളീസ. അങ്ങോട്ട് പോയി എടുത്താൽ കേട്ടോ, അത് അങ്ങോട്ടും ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്ത് ആ ചേട്ടന് അപ്പുറത്തെ വയ്ക്കോ, അങ്ങോട്ട് വരെ ഉണ്ട്. ഇതെല്ലാം പറിച്ചു വരും. അടിപൊളി. മറന്നില്ല, മറന്നടിക്കാതെ കൊണ്ട് മറന്നില്ലാതെ കൊണ്ടാക്കണം. ഇതുണ്ട് ഇപ്പൊ പറിച്ചുകൊണ്ട് ഉണ്ടോ? ക്യാരറ്റ് ഉണ്ടോ? ക്യാരറ്റ് പറിക്കല്ലോ, പറിച്ചെടുക്ക. ഇത് മറന്നില്ല. ഇതാണ്ട് നല്ല മൂത്തിട്ടുണ്ട്. ഇത് കലവിയാ കളിക്കാം. മണ്ണുണ്ട്. മണ്ണുണ്ട്. ഇതിന്റെ അവര് 3 കാരന് 4 കാരന് 30 രൂപ 40 രൂപ. ഇതാണ്ട ഇത് മരുന്ന് മേടിക്കാം. മരുന്നടിച്ച് കൊണ്ടാ തമിഴ്നാട്ടിലെ ഷൈനിങ് പോലത്തെ ഉണ്ടാകും. അവര് ഒരു പൗഡർ ഇട്ട് നമ്മളെ മീൻ കൊണ്ടുവരുന്നല്ല കച്ചവടം തന്നെ. അതിന്റെ പല കെമിക്കലിട്ട് അവർ കൊണ്ടുവരുന്ന ഊട്ടിയിൽ. അവര് കേരളം നോക്കിയപ്പോ ഇങ്ങനെ ഭയങ്കര ഷൈനിങ് ഇതിങ്ങനെ ഉണ്ടാകണം. ഇവിടെ ഇത് മരുന്നടിക്കാതെ സാധനം. അതുകൊണ്ടാണ് സാറിന് പറിച്ചു നോക്കാം. ഇതെല്ലാം വിളവ് എടുക്കാനായതാണ്. വിളവായത് കൊണ്ടാ. ഇതാണ്ട ഇതാണ്ട വിളവായ പൊട്ടിയത്. വിളവായത് കൊണ്ടാ പൊട്ടിയത്. ഇതാണ്ട വിളവായത് കൊണ്ടാ പൊട്ടിയത്. ഫ്രഷ് ഫ്രം ദ ഫാം. വിളവായത് കൊണ്ടാ, മരുന്നല്ലാതെ കൊണ്ടങ്ങനെ. ശരിയാ. മറ്റാണെങ്കിൽ കളറൊക്കെ പോലത്തെ ഉണ്ടാകും. ഇതാണ് വിത്ത്. ഇതാണ്ട ഇതിന്റെ ഇന്ന് 1 മാസത്തിന് ക്യാരറ്റ് ആകും. ഇത് വളം ഇട്ടിട്ടുണ്ട് ഇപ്പൊ. ഇതിന്റെ മിച്ചർ എന്ന് പറയും. കീടനാശിനി ഇല്ല, മിച്ചർ എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളൊക്കെ കളന്ന് ഈ സൊസൈറ്റിയിലുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവിടെ നിന്ന് വാങ്ങിച്ചു. ഇത് നമ്മൾ അതിന് കൊട്ടിട്ടിട്ട് ഇങ്ങനെ കിളയ്ക്കണം. വെള്ളം നനച്ചിട്ട് കിളച്ചിട്ട്
അതൊക്കെ ഇങ്ങനെ കളയൊക്കെ മൊത്തം പറിച്ചു വിട്ടാൽ ഇതുപോലത്തെ വന്നേക്കും. ആ നല്ല സാധനമാണ് ഇത്. അവരുടെയൊക്കെ ഓരോ ദിവസവും ഉണ്ടാവില്ല, ചീഞ്ഞു പോകും. ആ അതെ നമ്മൾ ചീഞ്ഞു പോകില്ല. ഇതിനെ കടയ്ക്കാൻ വേണ്ടി കേട്ടത് ഈ മാസം വേണ്ടാന്ന് വെച്ച് നിർത്തിയത്. ആണോ? ഇപ്പം നാളെ പറിച്ചു കൊടുക്കും. ഇവിടെ പെരുമ്പള്ളം വെക്കുന്നുണ്ട്. 4 കാർക്ക് 30-40 രൂപയ്ക്ക് അവർ കൊടുക്കും. ആ ആ അതെ. ആ അങ്ങനെ വരും. ശബരി സാർ അങ്ങനെയാ പറയുള്ളൂ. അടിപൊളി ക്യാരറ്റാണെന്ന് അങ്ങനെ ഓർഗാനിക് ക്യാരറ്റ്. സാർ ഇന്നും പറിച്ചോ മുളത്തെ അതൊക്കെ നല്ല മുളത്തെ ചെടിയൊക്കെ പറിച്ചോ. ഇത് ആ നല്ല മുളത്തെ ചെടിയൊക്കെ പറിച്ചോ. ആ എങ്ങനെയുണ്ട് എടുത്തു. നല്ല മുളത്തെ സാറേ, മേടിച്ചില്ല. ആന ഏതുവഴി ഇറങ്ങി? ആന എവിടെയാ വന്ന? തണുപ്പടിച്ചിട്ട് തൊണ്ടയൊക്കെ പോയി. നല്ല ഓർഗാനിക് ക്യാരറ്റ് ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട്. ആ ഈ വഴി ഇറങ്ങി സാറിന് താഴെ മൊത്തം ചവിട്ടിയിട്ടുണ്ടല്ലോ കാല്. ആ അതെ, ഇങ്ങനെ നടന്നു പോയിരിക്കുന്ന നടന്നു പോയി. ഈ വെള്ളത്തിലെ കളഞ്ഞ് ഈ റിസോർട്ടിന് തൊട്ടടുത്തേ വരുള്ളൂ. ശബരി സാർ ഞങ്ങളെ ഉള്ളപ്പോൾ അവിടെ തന്നെ വന്നു. ആ ഞങ്ങളെ മുകളിൽ ഉണ്ടായിരുന്നു. ആ ഇതെന്തോ ഈ വാഴ ചേട്ടൻ്റെ ഇതെടുക്കാനല്ലേ ഇത് വരുന്നത്? ആ വാഴപ്പഴത്ത് മൊത്തം കളഞ്ഞു. ഇതാണ്ട് മൊത്തം തന്നെ. ഇതെന്താ നിങ്ങൾ അടിക്കാനോ വേണ്ടിട്ട്? ആനയെ ഓടിക്കാനോ? ആനയെ ഓടിക്കാൻ ഇങ്ങനെ കട്ടി വിടും. ഇത് ഇങ്ങനെ കട്ടിയപ്പോൾ ഇങ്ങനെ കാട്ടിലാടപ്പോൾ ഇങ്ങനെ അടിക്കും. ഓ സൗണ്ട് കേട്ടാ വരത്തില്ല. ആ ഇങ്ങനെ ഇത് കണ്ട ഈ കാറ്റ് വന്നപ്പോൾ ഇങ്ങനെ അടിക്കും. സൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഈ ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ വരത്തില്ല. ആ വരത്തില്ല. ഇതൊക്കെ എടുത്ത് അതൊക്കെ തൊട്ട് നോക്കി ചവിട്ടാവും. ഈ പന്നി ഏതെങ്കിലും മുള്ളാന്ന് ഏതെങ്കിലും കയറി വന്നാൽ അങ്ങനെ ചെയ്യാം. അതല്ലേ നമ്മുടെ റിസോർട്ട്? ആ അതെ, ഇതേ നമ്മുടെ റിസോർട്ട്. സാറിന് പറയുമ്പോൾ ഇതൊക്കെ പട്ടാണി പിൽസ് പൈരൊക്കെ ആവും. ആ ഞാൻ ഉടനെ വരും അടുത്ത പ്രാവശ്യം ആ ബൈക്ക് എടുത്തിട്ടേ. കാന്തല്ലൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മഴയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലൈമറ്റും ഡ്രൈവും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഹായ് ഹായ് ഹായ്. സഞ്ജയ് രാമസ്വാമി. ഇതിലത്ര കൂടെ അറിയാൻ പറ്റും. ആക്ഷൻ ക്യാമറ ഇങ്ങനെ പെയ്യുമ്പോഴേ ഭൂമിയിലോട്ട് നേരെ മണ്ണ് ഇറങ്ങുള്ളൂ. ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അത് മണ്ണിലോട്ട് ഇറങ്ങണ്ടേ. ക്ലൈമറ്റൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ആണെങ്കിൽ ഇങ്ങനെ വേണം പെയ്യും. അതാണ് നമ്മുടെ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1/2 മണിക്കൂർ പെയ്യും, പിന്നെ അടിക്കണ വെയിലാണെങ്കിൽ അതെല്ലാം ഡ്രൈ ആയി പോകും. ഇങ്ങനത്തെ ആകാശത്തിന്റെ വീഡിയോ ആകാശത്തിന്റെ വീഡിയോ. സ്കൂൾ ടൈം മുതലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇനി ആൾക്കാരുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇനി ഒരിക്കൽ എല്ലാവർക്കുമായിട്ട് വരാമെന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ട്രിപ്പ് എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് കുട്ടികളെല്ലാം കൊണ്ടുപോയി കൃഷി ചെയ്യുന്ന സ്ഥലവും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് ആ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള റിയാലിറ്റി നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റി. മോൾസിനും അമ്യൂസ്മെൻറ്റ് പാർക്കിനും പ്ലേ സ്റ്റേഷനും ഒക്കെ പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. വൈൽഡ് ലൈഫും ട്രാവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചാനലിലുണ്ട്.
സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസും മുടങ്ങാണ്ട് കാണാനായിട്ട് സാധിക്കും. See you soon with the next one. Until then, adios amigos.